പ്രതീഷിലേക്ക് എത്തിയാൽ പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്. ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസം എന്താണ്, നാളെ SFIയുടെ വിദ്യാഭ്യാസം എന്താണ്? വ്യാഴം വെള്ളിയും ഈ 2 ദിവസവും കേരളത്തിലെ കലാലയങ്ങളിൽ ഈ ജന്തർ മന്തർ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ ഉണ്ടാവും. മറ്റെന്തെങ്കിലും പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനമുണ്ടോ പ്രതീഷ് കേരളത്തിൽ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കേരളത്തിലും ശക്തമാവുകയാണ്. ഇന്ന് അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി KSU പഠിപ്പ് മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ആചരിക്കുന്നത്. കലാലയങ്ങളിൽ നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചും പ്രതിഷേധത്തിന് KSU ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ പ്രധാനമായും CJPയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഒപ്പം ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് KSU സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് SFI ലോക് ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധം കേരളത്തിൽ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. വലിയ പ്രതിഷേധം, ഒപ്പം വലിയ പിന്തുണ CJPക്ക് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രധാനമായും ലോക് ഭവൻ കേന്ദ്രീകരിച്ചും AG's ഓഫീസിലേക്കും ഉൾപ്പെടെയാണ് യുവജന സംഘടനകൾ, ചെറിയ സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. നാളെ SFI പഠിപ്പ് മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധമുണ്ട്. ഒപ്പം വലിയ പിന്തുണ പല രീതികളിൽ നിന്നും കേരളത്തിലെ പിന്തുണ ഡൽഹിയിൽ ലഭിക്കുന്നുണ്ട്. അത് അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വലിയ പിന്തുണ, വലിയ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ പിന്തുണയാണ് ഡൽഹിയിലെ സമരത്തിന് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് കേരളത്തിലെ ഈ മാധ്യമങ്ങൾ ഇത് കവർ ചെയ്യുന്ന കാര്യത്തിലും വളരെ കൗതുകമുണ്ട് കേട്ടോ. കാരണം ഈ സമയത്ത് ദേശീയ മാധ്യമങ്ങൾ പരമാവധി ഒഴിവാക്കിയിരുന്നു. പക്ഷേ റിപ്പോർട്ടർ തുടക്കം മുതൽ CJPയുടെ എല്ലാ പ്രതിഷേധ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു, ദൃശ്യങ്ങളും എത്തിച്ചുകൊണ്ടിരുന്നു. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ മൈക്കിൻ്റെ ID മാറ്റിക്കൊണ്ടാണ് പോകുന്നത്. കാരണം ഗോദി മീഡിയ ഞങ്ങൾ ഇവിടെ പ്രവേശിപ്പിക്കില്ല എന്നാണ് അവിടെയുള്ള പ്രതിഷേധക്കാർ പറയുന്നത്. ലേപ്പലുമായിട്ടൊക്കെ പാവം ദേശീയ മാധ്യമ പ്രവർത്തകർക്ക് പോകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതേസമയം കേരള മീഡിയ എന്ന് പറഞ്ഞാൽ വരൂ എന്ന ഒരു സ്വാഗതം അവിടെയുണ്ട്. ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഈ CJPയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. നോക്കൂ, ദേശീയ മാധ്യമങ്ങൾ ഒരു കാലം വരെയും മറച്ചുവെച്ച CJPയുടെ പ്രതിഷേധം ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഫുഡ് ഫെറി സപ്പോർട്ടേഴ്സ് നിയർ ആൻഡ് ഫാർ കീപ് ഇന്ത്യ പ്രൊട്ടസ്റ്റ് ലൈവ് എന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു.